ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് PNP ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ NPNന്റെ വർക്കിംഗ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വർക്കിംഗ് ഒക്കെ വരുന്നത്. PNP ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിലെ മെജോറിറ്റി കാരിയർ ഹോൾസ് ആണെന്നുള്ളത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം കൂടുതൽ ഭാഗവും P ടൈപ്പ് ആണ് നിൽക്കുന്നത്. P ടൈപ്പിലെ മെജോറിറ്റി കാരിയറായ ഹോൾ ആയിരിക്കും ഇവിടെ നമ്മൾ വർക്കിംഗ് പറയുന്നതിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുക. മൈനോറിറ്റി കാരിയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് ആണെന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിൽ കൊടുത്തിട്ടുണ്ട്. കളക്ടർ ബേസ് ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസിലും നമ്മൾ കണക്ഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ നമുക്കറിയാം ഇപ്പോൾ ആക്റ്റീവ് റീജിയനിലെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എമിറ്ററിൽ നമ്മൾ അങ്ങനെ ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എമിറ്ററിൽ നിന്ന് മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോളിന്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് ബേസിലോട്ടാണ് ഭൂരിഭാഗം പേരും ആദ്യം എത്തുക. എന്നിട്ട് ബേസിൽ നിന്ന് എമിറ്ററിൽ നിന്ന് എത്ര മെജോറിറ്റി കാരിയേഴ്സിന് അവിടെ നിന്ന് പുറപ്പെട്ടുവോ അതിന്റെ ഭൂരിഭാഗം ഒരു 95% തന്നെ കളക്ടറിലോട്ട് കടക്കുന്നതുമായിരിക്കും. ബാക്കി കുറച്ച് പേര് മാത്രം ബേസിൽ റീകോമ്പിനേഷൻ സംഭവിക്കും. പിന്നെ ബേസിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ ബേസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ കളക്ടറിലെത്തുന്ന ബാക്കി 90-95% ഹോൾസും എന്ത് സംഭവിക്കും, പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് അട്രാക്ട് ചെയ്ത് പുറത്തോട്ടേക്ക് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കും. അങ്ങനെ കളക്ടർ കറണ്ട് ഒഴുകുന്നതായിട്ട് നമ്മൾ കാണും. അപ്പൊ ഇവിടെ നമ്മൾ വർക്കിംഗ് പറയുമ്പോൾ നേരത്തെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിനെ വെച്ചുകൊണ്ടാണ് NPNൽ വർക്കിംഗ് പറഞ്ഞത്. ഇവിടെ അതൊക്കെ നമ്മൾ വർക്കിംഗ് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഹോളിനെ വെച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ മുഴുവൻ ഇലക്ട്രോണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത് വർക്കിംഗ്. പക്ഷെ എഴുതുന്നിടത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഹോൾസിന്റെ മൂവ്മെന്റ് വെച്ച് നമ്മൾ പറയുമ്പോൾ ഹോൾസ് ഒഴുകുന്ന സെയിം ഡയറക്ഷനിലാണ് നമ്മൾ കറണ്ട് ഫ്ലോ കാണിക്കേണ്ടത്. പക്ഷെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് വെച്ച് പറയുന്നത് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും ബേസ് കറണ്ടിനെയും കുറിച്ച് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷനൊക്കെ ഹോൾസ് ഒഴുകുന്ന സെയിം ഡയറക്ഷനിലോട്ട് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു സ്ലൈഡും കൂടി നമുക്കിതില് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇതിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് വർക്കിങ്ങിലും ബാധകമാണ്. നമ്മൾ ആദ്യം NPNന്റെ വർക്കിംഗ് പഠിച്ചു, രണ്ടാമത് PNPയുടെ വർക്കിംഗ് നമ്മൾ പഠിച്ചു. ഈ രണ്ട് കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IE = IB + IC എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതൊരു BJT ട്രാൻസിസ്റ്റർ ആണെങ്കിൽ, അത് NPN PNP ആണെങ്കിൽ അതിനെ മാത്രം ബാധിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടിന്റെയും ബേസ് കറണ്ടിന്റെയും ആകെ തുകയായിരിക്കും എന്നുള്ളത്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അത് NPNന്റെ കേസിൽ എടുക്കുകയാണെങ്കിലും ശരി, PNPയുടെ കേസിൽ എടുക്കുകയാണെങ്കിലും ശരി, അത് അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു സൈഡ്. ഇനി നമ്മളിവിടെ ഫിഗറിലൂടെ വരച്ച് കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിറ്റർ കറണ്ട് ബേസ് കറണ്ട് ഒക്കെ ഒഴുകുന്ന ഡയറക്ഷൻസ് രണ്ടും അവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എമിറ്ററിൽ ഏരോ മാർക്ക് എങ്ങനെയുള്ള ആ ഡയറക്ഷനിലെ കറണ്ട് ഒഴുകുന്നത്. NPNലാണെങ്കിലും അതുപോലെ തന്നെ കറണ്ട് ഒഴുകുന്നത്. പിന്നെ എവിടെ നമ്മൾ VE കൊടുത്തിരിക്കുന്നു, എവിടെ നമ്മൾ VCC കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ അടുത്ത ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VCE എന്ന് പറഞ്ഞിട്ടൊരു വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ വർക്കിങ്ങിൽ വേണ്ടി വരുന്നതാണ്. കളക്ടറിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജിന് VCE എന്ന് പറയും. കളക്ടറിനും ബേസിനും ഇടയ്ക്കുള്ള വോൾട്ടേജിന് നമ്മൾ VBC എന്ന് പറയും. നമ്മൾ എമിറ്ററിനും ബേസിനും ഇടയ്ക്കുള്ള വോൾട്ടേജിന് നമ്മൾ VB എന്നും പറയും. ഇവിടെ VE എന്നും പറഞ്ഞിട്ടുണ്ട്, തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഈ താഴത്തെ പിക്ചറിൽ ഇങ്ങനത്തെ വോൾട്ടേജസ് ഒക്കെ ഒന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതും ഇനി മുതൽ ഉള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടി വരും.